ഇപ്പം വയനാട്ടിൽ വന്ന് മത്സരിക്കേണ്ട ഒരു സാഹചര്യം കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾക്ക്, അതായത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ അവർക്ക് കേരളത്തിൽ വന്ന് അഭയം പ്രാപിച്ച് അവരുടെ രാഷ്ട്രീയ ഭാവി നിലനിർത്തേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏറെ കൗതുകകരമായി തോന്നിയത് KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അവസാന ഒരു മിനിറ്റുകൾ വരെ പോരാടി എന്നുള്ളതാണ്. എന്തിനാണ് അങ്ങനെ അദ്ദേഹം ചെയ്തതെന്നുള്ളതാണ് ഒരു ചിന്തയായിട്ട് വരുന്ന കാര്യം. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്, സംഘടനാ കാര്യം കൈകാര്യം ചെയ്യുന്ന അത്രയും പവർഫുള്ളായുള്ള ജനറൽ സെക്രട്ടറിയാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു വ്യക്തി പോലും ദേശീയ രാഷ്ട്രീയത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പോലും കേരളത്തിലേക്ക് വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന ഒരു പ്രതിസന്ധി, ഇനിയൊരു അധികാരത്തിൽ തിരിച്ചു വരുമോ കോൺഗ്രസ്, അല്ലെങ്കിൽ കോൺഗ്രസിന് അധികാരത്തിൽ തിരിച്ചു വരാനുള്ള ഒരു സാധ്യത വിദൂര ഭാവിയിൽ പോലുമില്ല എന്നൊരു തിരിച്ചറിവ് തന്നെയാണ് ഈ രീതിയിൽ ഇപ്പോൾ KC വേണുഗോപാലിനെ പോലും ചിന്തിപ്പിച്ചതെന്ന് പറയേണ്ടി വരും. കാരണം അവിടെ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം അവിടെ തന്നെ നിൽക്കേണ്ടതല്ലേ. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2029 അധികാരത്തിൽ വരികയാണെങ്കിൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരിക്കും, ഏറ്റവും ചുരുങ്ങിയത് ആഭ്യന്തരമന്ത്രിയായിരിക്കും. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യം നിൽക്കുമ്പോഴാണ് അദ്ദേഹം അതെല്ലാം കൈവിട്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രോസ്പെക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറികടന്നുകൊണ്ട് അതൊന്നും വേണ്ട എന്ന് തീരുമാനിച്ച് കേരള രാഷ്ട്രീയത്തിലേക്ക് പറിച്ചു നടാൻ, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിലേക്ക് മാറാൻ ശ്രമിച്ചത്. അപ്പം അത് തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ദയനീയ അവസ്ഥ തന്നെയാണ് വെളിവാക്കുന്നത്.